നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിഷ്ണുട്ടാ, നമുക്ക് വീട് വരെ ഒന്ന് പോണം ഉടനെ തന്നെ. എന്തേ? കാര്യമൊക്കെ ഞാൻ പറയാം, പാഴാക്ക സമയമില്ല. വാ. അല്ല എടോ, മുറ്റത്തെ പ്ലാവിൽ തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു ആ ബോഡി കണ്ടത്. പോസ്റ്റ്മോർട്ടത്തിന് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നടപടികളൊക്കെ പൂർത്തിയാക്കി ബോഡി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. അതിനിടയിലാ ഞങ്ങൾ കുടുംബശ്രീയിലേക്ക് പോകുന്നത്. ആരാ ഈ ഓലപ്പുര ഇവിടെ കെട്ടിയത്? ആരാണ്? ആരാന്നല്ലേ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നേ? ശാലിനി, അമ്മ എന്താ ഇതൊക്കെ? ആരാ ഇതൊക്കെ ചെയ്തേ? ആരാന്നല്ലേ ചോദിച്ചേ? ഞാനാടി. എന്താടി, കുഴപ്പമുണ്ടോ? ഇപ്പൊ ഈ നിമിഷം ഇത് ഇവിടുന്ന് പൊളിച്ചു മാറ്റിക്കോ ശാരികേച്ചി, അതാ നല്ലത്. പൊളിച്ചു മാറ്റാനാണെങ്കിലേ ഇത് കെട്ടിയുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോടി. ശരീചി, തികഞ്ഞ മര്യാദ കേടാ ഈ കട്ടുന്ന. ഓർത്തോ? എന്ത് മര്യാദ കാണുന്നാടി? എനിക്കും ജീവിക്കണം. കുടുംബശ്രീയുടെ പാതി എനിക്ക് തരാനും ഞാൻ ഇവിടെ കച്ചവടം നടത്തി ജീവിക്കാന്നും ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ നിനക്കൊക്കെ കുടുംബശ്രീ വെട്ടിമുറിക്കുന്നതിന് നെഞ്ചുരുക്കം അല്ലേ? വെട്ടിമുറിക്കണ്ട, വെച്ചങ്ങ് അനുഭവിച്ചോ. ഞാനിവിടെ വേറെ ഹോട്ടൽ നടത്തിക്കോളാം. ശാരികേച്ചി ഇവിടെ ഹോട്ടൽ നടത്താൻ പോകുന്നില്ല, ശാലിനിയാ പറയുന്ന. ചാൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ സാറേ. അപ്പോ നമ്മളും ഇറങ്ങിയാലേ പറ്റൂ. വടോ, ശാരികേച്ചി എടുത്താ ഞാൻ പറഞ്ഞത്. മോളെ ശാലിനി, നീങ്ങി വന്നേ. അവൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ. വിട്ടെ, അങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ വിടാൻ പറ്റില്ല മോളെ. അവളെ അങ്ങ് വിടമേ. അവൾ എന്താ ചെയ്യുന്നെന്ന് ഞാനൊന്ന് കാണട്ടെ. എന്താ കാണിക്കുന്നെന്ന് കാണണമല്ലേ? കാണിച്ചു തരാം. ഒരു ഹോട്ടലും ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ സാറേ, വിഷ്ണുവിന്റെ ഭാര്യ മറക്കണ്ട. അതുകൊണ്ടെന്താ കൊമ്പുണ്ടോ? കൊമ്പൊന്നല്ല സാറേ വിഷയം. ഈ യൂണിഫോമിലുള്ള പോലീസുകാരനെ കൈവയ്ക്കില്ലെന്നേ ഞാൻ രഞ്ജിനി മാഡത്തിന് വാക്ക് കൊടുത്തുപോയി. ഈ വാക്ക് പാലിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാ. അങ്ങനെയാണ് വിഷ്ണുവിന്റെ വിശ്വാസം. അതിന് നീ വിഷ്ണു അല്ലല്ലോടാ, കൽക്കിയല്ലേ, കൽക്കി. ആരായാലും ഇവിടുന്ന് പൊക്കോ, അതാ നിനക്ക് നല്ലത്. നിനക്കിനി എന്റെ മനസ്സിലായില്ലേ വിജയ? ഭൂമിയിൽ അധർമ്മവും അനീതിയും അക്രമവും ഒക്കെ പെരുകുമ്പോ ദുഷ്ടശക്തികളെ സംഹരിക്കാൻ ഒരു അവതാരം ഉണ്ടാവാറില്ലേ വിജയ? കലിയുഗത്തിലെ വൈഷ്ണവ അവതാര കൽക്കി.
അപ്പൊ സാർ എല്ലാം അങ്ങ് മനസ്സിലാക്കി കളഞ്ഞല്ലേ? എന്നാ കൽക്കിയെ ഞാനങ്ങ് തൂക്കിയ കെട്ടടാ. സാറെന്തായി കാണിക്കുന്നത്? ഈ ചെറുപ്പക്കാരൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അയ്യോ താനാരോടോ? സാറേ ഇത് നമ്മുടെ ACP മാഡത്തിന്റെ അമ്മാവനാ. അവാർഡൊക്കെ വാങ്ങിച്ച ഒരു അധ്യാപകനായിട്ടിരുന്ന ആളാ. ഓ, മരുമകൾ SP ആണെങ്കിൽ അമ്മാവന്റെ തല തൊപ്പി കയറത്തില്ല സാറേ. എങ്കിലും സാർ ഇവിടുത്തെ പൊതുകാര്യ പ്രസക്തനും ഒരു അധ്യാപകനായിരുന്നു എന്നുള്ള പരിഗണനയിലും ചന്ദ്രബോസ് വിട്ടേക്കാം. പക്ഷേ സാർ എനിക്കൊരു ഉറപ്പ് തരണം. ഇവരെ ആരെ കൊണ്ടും ഈ ഹൃദയശ്രീ ഹോട്ടലിന് ശല്യം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ്. ഉറപ്പാ സാറേ, ഇവിടെ ആരെ കൊണ്ടും ഈ ഹോട്ടലിൽ ഒരു ശല്യം ഉണ്ടാവില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇതിവിടെ വാഴ ഞാൻ സമ്മതിക്കില്ല. എടി മോളെ, കത്തിച്ച് ചാമ്പലാക്കും. കത്തിക്കെന്ന് പറഞ്ഞ കത്തിക്കും. ശാലിനി, എടി നീ ഒന്ന് അടങ്ങടി. അമ്മ എടി, വെറുതെ വിഷ്ണുവിനെ കൂടെ കൊലയ്ക്ക് കൊടുക്കണം നിനക്ക്. ഈ നിൽക്കുന്ന ഒരു പിശാചാന്ന് അറിയില്ലേ നിനക്ക്? മോളെ, അവൾ വലത്തും. ചുമ്മാ പോവാൻ പറ ബോസാറേ. അപ്പോ ഇവിടെ ആരെങ്കിലും ഈ ഹോട്ടൽ നടത്തുന്നത് കൊണ്ട് പരാതിയും പരിഭവമൊന്നും ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. വിഷ്ണുട്ടാ വന്നേ. മോളെ, പിണങ്ങി പോയില്ലടി. എടി, വിഷ്ണുട്ടനോട് വരാനാ പറഞ്ഞ. ശാലിനി മോളെ, ശാലിനി. നിക്കടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാവരും മധുരം കഴിക്കുകയായിരുന്നോ? അല്ല, സന്തോഷമുള്ള ദിവസമാണെന്ന് മനസ്സിലായി. ഗൗരി എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അപ്പൊ ഞാൻ വന്നത് നല്ല സമയത്ത് തന്നെയാ. ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ, ഇനിയും ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എല്ലാവരും ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ഒരു തവണ മതി. ഇപ്പൊ ഇവിടെ എല്ലാരും ഉണ്ട്. ആരെങ്കിലും കാണാൻ വന്നതാണോ? എന്തിനുള്ള വരവാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ ഒരാളെ മാത്രമായിട്ട് കാണാനല്ല ഞാൻ വന്നത്. ഈ വീട്ടിലെ എല്ലാവരെയും നേരിൽ കാണണം. എനിക്കൊരാവശ്യമുണ്ട്, അത് അറിയിക്കണം. അനുകൂലമായ ഒരു മറുപടിയും കിട്ടണം. ദിനേശ, നീ ചെന്ന് അച്ഛനെ സഞ്ജുനെയും വിളിക്കും. നിങ്ങൾക്ക് വീടൊന്നും തെറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഞങ്ങൾക്കാർക്കും ഇങ്ങനെ ഒരാളെ അറിയാത്തത് കൊണ്ട് ചോദിച്ചതാ. ആദ്യമായിട്ടാ ഞങ്ങൾ നിങ്ങളെ കാണുന്നത് തന്നെ. മംഗലശ്ശേരി വീടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. കണ്ടാ അറിയില്ലെങ്കിലും കേട്ടാൽ അറിയുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ കാഞ്ചനെ? നിങ്ങൾ ഇരിക്കൂ.
പൂക്കൾ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ എല്ലാവരും സന്തോഷിക്കുന്നതറിഞ്ഞ് അച്ഛനുള്ള സന്തോഷം പങ്കുവെച്ചതായി ഈ പൂക്കളെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും പരസ്പരം തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷത്തിലാ അച്ഛാ. ഇനി എന്നും പൂത്തോളണം കേട്ടോ. അദ്ദേഹത്തോട് ഞാൻ പറയുന്നുണ്ട് ഇവിടെ വന്നൊന്ന് കാണാൻ. അച്ഛന്റെ സന്തോഷം മോനും അറിയട്ടെ. എല്ലാരും സന്തോഷത്തിലാണെങ്കിലും ദക്ഷ ഓർത്തുള്ള ഉൾക്കണ്ടേ എനിക്ക്. മനസ്സുമടുത്ത് അവരൊന്ന് തിരിച്ചു പോയി കിട്ടിയാ മതിയായിരുന്നു. അമ്മു, നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. എന്താ രാജുവേട്ടാ? അത് ദക്ഷ. അത് തന്നെ ഞാൻ അച്ഛന്റെ ഓർമ്മയ്ക്ക് നട്ട ഈ ചെടിയോടും പറഞ്ഞത്. അവൾ ഈ നാട് വിട്ടൊന്ന് പോയെങ്കിലെന്ന്. പോവല്ല, ഇങ്ങോട്ട് വന്നിരിക്കുക അവള്. അമ്മു, ദക്ഷ വന്നിരിപ്പുണ്ട്. എവിടെ? എല്ലാവരും കാണണമെന്ന് പറഞ്ഞ് ദക്ഷ മംഗലശ്ശേരിയിൽ വന്നിരിക്കുക. ആർക്കും ദക്ഷയെ മനസ്സിലായിട്ടില്ല. അവള് പരിചയപ്പെടുത്തിയിട്ടുമില്ല. എല്ലാവരും അവളുടെ മുന്നിലേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദക്ഷയുടെ വരവ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആരാ എന്താ എന്ന് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇതാരാണെന്ന് മോന് മനസ്സിലായോ? ഇല്ല. ആരാ? സഞ്ജു എങ്ങനെ അറിയാനാ? അറിയേണ്ടവർ പോലും എന്നെ അറിയുന്നില്ല. എന്നാ എന്നെ അറിയുന്ന ഒരാൾ ഇവിടെയുണ്ട്. ദേ ഇവൾ തന്നെ, മംഗലശ്ശേരിയിലെ മാനസപുത്രി അമ്മു എന്നു പേരുള്ള ലക്ഷ്മി. കള്ളത്തരങ്ങൾ ഇനിയും പലതും ഉണ്ട് അല്ലടി? നീ എന്നെ ഇവിടെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്ക്. ഒരാൾ സ്വയം പരിചയപ്പെടുത്തുന്നതിനേക്കാൾ ഔചിത്യം അറിയുന്ന മറ്റൊരാൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാ. നീ മിടുക്കി തന്നെയാ. എന്റെ വീട്ടിൽ കടന്നു കയറി എന്നെപ്പറ്റി എല്ലാം മനസ്സിലാക്കിയിട്ട് പിടി തരാതെ കടന്നു കളഞ്ഞവളല്ലേ? നീ വന്നതും പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതിയോ? അമ്മോ, ഈ സ്ത്രീ ആരാ? നിനക്കറിയാമെങ്കിൽ നീ ഒന്ന് പറ. ഇങ്ങോട്ടൊന്ന് മാറിക്കേ. ഒരു വീട്ടിൽ കയറി വന്ന് കുറച്ച് സമയമായിട്ട് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുക. മര്യാദയുടെ പുറത്താ ഇതുവരെ മിണ്ടാതിരുന്നത്. ഞാൻ വന്നത് പ്രഭാചന്ദ്രന്റെ കുടുംബത്തിലേക്കല്ല. അമ്മോ, നിനക്ക് ഇവരെ അറിയാമോ? ഞാൻ ആരാണെന്ന് പറയാൻ അവളുടെ നാവ് ചലിക്കില്ല. ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞ മാണിക്യമംഗലത്തെ മഹാദേവൻ തമ്പിയുടെ മകളാ ഞാൻ. ഗൗരി നന്ദന. ദൈവമേ, മുകുന്ദേട്ടന് വേണ്ടി പറഞ്ഞു വെച്ചവൾ. ശബ്ദിച്ചു പോകരുത്. എന്റെ മുഖത്ത് നോക്കി മോളേന്ന് വിളിക്കാൻ എന്തവകാശമാ നിങ്ങൾക്കുള്ളത്? നിങ്ങളെ വിശ്വസിച്ച സുഹൃത്തിനെയും മകനെയും കുരുതി കൊടുത്ത് മനോനില തെറ്റിയ ഒരു അമ്മയെയും കെട്ടുപ്രായം തികഞ്ഞ ഒരു പെണ്ണിനെയും തെരുവിലിറക്കി വിട്ട അധമനാ നിങ്ങൾ. നിർത്തിയ സ്ഥലത്ത് നിന്ന് തുടങ്ങാനാടി ഞാൻ വന്നത്. ഞാനിന്ന് പഴയ ഗൗരിയല്ല, ദക്ഷയാ.
ദക്ഷ. മംഗലശ്ശേരിയുടെ അടിത്തറ ഇളക്കാൻ തന്നെയാ ഞാൻ വന്നത്. അച്ഛാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, അച്ഛൻ ഉറങ്ങിപ്പോയല്ലോ. ഇനിയും അച്ഛനെ വിളിച്ചുണർത്തി നിങ്ങളെ പരിചയപ്പെടുത്താൻ സാധിക്കില്ല. ഐ എം വെരി സോറി. പാർവതി, ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുവയ്ക്കോ. വിശാൽ സാർ, എന്നെ ഇവിടെ ഒന്നിരുത്തോ. ഞാൻ കുറച്ചു നേരം ഇവിടെ ഒന്നിരുന്നോട്ടെ. എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്റെ അച്ഛന്റെ കാൽ തൊട്ട് വന്നിക്കുന്നേ? അതിലെന്താ തെറ്റ്? ഒരു വലിയ മനുഷ്യന്റെ കാൽ തൊട്ട് വന്നിക്കുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഇദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം എത്ര കുടുംബങ്ങളാ പട്ടിണിയില്ലാതെ ജീവിക്കുന്നേ. ഇദ്ദേഹം എത്രയോ ബിസിനസ്സുകൾ ചെയ്തിരിക്കുന്നു, എത്ര പേർക്ക് ജോലി നൽകിയിരിക്കുന്നു, അങ്ങനെ എത്രയോ പേർക്ക് പുതിയ ജീവിതം നൽകിയിരിക്കുന്നു. വിശാൽ സാറേ, ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? പെട്ടെന്നൊരു പാരാലിസിസ് അറ്റാക്ക് വന്ന് ഓവർ സ്ട്രെസ് ആയിരുന്നു കാരണമെന്നാ ഡോക്ടർമാര് പറഞ്ഞത്. ഇപ്പൊ അച്ഛന് നല്ല ഭേദമുണ്ട്. ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആവൂന്ന്. മരുന്നെല്ലാം കൃത്യസമയത്ത് തന്നെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വിശാൽ സാർ, മരുന്നല്ല, മനസ്സാണ് മുഖ്യം. മനസ്സിൽ ബലമുണ്ടെങ്കിൽ പിന്നെ പറക്കാൻ ചിറകുകൾ വേണ്ട. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് അറിയില്ല. ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്മാറാതെ സാധിക്കാത്തതിനെ കീഴടക്കാൻ പഠിക്കണം. കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണം. അതിന് കഴിഞ്ഞാ നമ്മൾ ജയിച്ചു. അല്ലെങ്കിൽ ചിലന്തി വലയിൽപ്പെട്ട പ്രാണിയെപ്പോലെ ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. പാർവതി, വേണ്ട മോളെ, ഞാൻ പൊയ്ക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ വലതു കൈ എന്താ തളർന്നു പോയോ? അല്ലെങ്കിൽ ആ കയ്യിൽ എന്താ ഒളിപ്പിച്ചിട്ടോ? ഒന്നുമില്ല അമ്മ. ഒന്നുമില്ലെങ്കിൽ വലതു കൈ കാണിക്കാനാ പറഞ്ഞേ. നിന്നെ ഞാനിന്ന് കാണിക്കടി. എന്താ നീ ഒളിപ്പിക്കുന്നേ? കഷ്ടമുണ്ടോ? എനിക്കിന്ന് അറിഞ്ഞേ പറ്റും. കൈ തഴി. കാണിക്കാനാ പറഞ്ഞേ. പല്ലവി, എന്താ അമ്മ ഇത്? കാണിക്കില്ല. വാച്ചോ? ഇത് വില കൂടിയ വാച്ച് പോലെ ഉണ്ടല്ലോ. എവിടെ നിന്ന് കിട്ടിയത് ഇത്?
അത് അമ്മ, ഇത് വില കൂടിയ വാച്ചാവാനാ സാധ്യത. ഇത് ആണുങ്ങൾ കെട്ടുന്ന വാച്ച് പോലെ ഉണ്ടല്ലോ. ഇതാരടി നിനക്ക് തന്നത്? അതമ്മ, എനിക്ക് വാച്ച് അടിക്കല്ലേ അമ്മ. തന്നെ പറയാൻ അമ്മ എന്താ ഇത്? എത്ര വട്ടം പറഞ്ഞാൽ കേട്ടില്ലേ? സത്യം പറയാനാ പറഞ്ഞു. അമ്മ ഇനി പറയുന്ന കേക്ക് എന്നെ അടിക്കല്ലേ. ആരെടുത്ത് ഒന്ന് വാങ്ങിക്കണ്ട പറഞ്ഞ മനസ്സിലാവില്ല. എത്ര വട്ടം പറഞ്ഞാൽ കേക്കില്ലേ അമ്മ. നിന്നെ ഞാൻ എന്തിനാ നീ മോളെ ഇങ്ങനെ അടിക്കണേ? എവളിപ്പോ ചെറിയ കുട്ടിയല്ല എന്നുള്ള ഓർമ്മ വേണം. ഇവള് നമ്മുടെ കുടുംബത്തിന്റെ മാനം കളയുന്ന ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ കണ്ടില്ലേ ചാ, ഇവളുടെ കയ്യിൽ കണ്ടില്ലേ വാച്ച്, അതും വില കൂടിയ വാച്ച്. മാത്രമല്ല ആണുങ്ങളുടെ വാച്ച്. പല്ലവി, എന്താ ഇത്? ഇതാര് തന്ന വാച്ച? ഇതാരും തന്നതല്ല മുത്തശ്ശ, അമ്പലത്തില് പോകുന്ന വഴിക്ക് കളഞ്ഞു കിട്ടിയതാ. മോളെ, ഇങ്ങനെ എന്തെങ്കിലും കളഞ്ഞു കിട്ടിയാ അതൊന്നുകിൽ അമ്പല കമ്മിറ്റി ഓഫീസിൽ ഏൽപ്പിക്കണം, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കണം. അതല്ലാതെ നീ എന്തിനാ ഇത് കൈ കെട്ടിക്കൊണ്ട് നടക്കണേ? ഇവള് കള്ളം പറയച്ചാ, ഇവളെ വിശ്വസിക്കരുത്. ഇവള് എവിടെ വായ നോക്കി നടന്നിട്ടുണ്ട്. അപ്പൊ ഏതോ ചെക്കന്മാര് ഇവളോട് സംസാരിച്ചു കാണും. ഇവളും അവന്മാരോട് കൊഞ്ചിക്കൊഴിയാൻ പോയിട്ടുണ്ടാവും. അവന്മാരെ മയക്കി കയ്യിലുള്ള കാശും ഇഷ്ടം തോന്നിയ വാച്ചും ഇവള് കൈക്കലാക്കിയിട്ടുണ്ടാവും. എന്റെ ദേവി, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പുകിലുണ്ടാവാൻ പോകുന്നെന്ന് ആർക്കറിയാം. അംബികെ, പല്ലവിയെ കുറിച്ച് എന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അവൾ ഇവിടുത്തെ കുട്ടിയല്ലേ. നീ പറയുന്ന പോലെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും അവൾ ചെയ്യില്ല, അതെനിക്കറിയാം. പല്ലവി, നീ എന്തിനാ അമ്മയുടെ വഴക്കം കേട്ട് അടിയും വാങ്ങി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്താ ഉണ്ടായിന്ന് പറഞ്ഞാ പോരെ. മോള് സത്യം പറയേ, നിനക്ക് ഈ വാച്ച് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറയുന്ന സത്യം മുത്തശ്ശ. അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ കളഞ്ഞു കിട്ടിയതാ ഈ വാച്ച്. ഒന്നാം ദിവസത്തെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാ എനിക്കിത് നിലത്തുനിന്ന് കിട്ടിയത്. ആരെങ്കിലും അന്വേഷിച്ചു വരുമ്പോ തിരിച്ചു കൊടുക്കാന്ന് കരുതിയാ ഞാനിത് എടുത്തു വെച്ചത്. കള്ളം, പച്ച കള്ളം. ഇവള് നന്നാവില്ല. അംബികെ, കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും? നീ അകത്ത് പോ. പച്ച വെള്ളം നിനക്ക് ഈ വീട്ടിൽ നിന്ന് തരില്ല. പട്ടിണി ഇടക്ക്. എന്നാലും നീയൊക്കെ പഠിക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഖിൽ സർ, സർ എന്തായി കാണിക്കുന്നേ? എനിക്ക് വേണ്ടി ഇത്രത്തോളം താഴണോ സാർ? എന്നോടുള്ള സ്നേഹം കാരണം സർ സാറിന്റെ അഭിമാനം പോലും മറന്നുപോയോ? വേണ്ട സർ, കാലു പിടിക്കരുത്. നിന്നേക്കാൾ വലുതല്ല എന്റെ അഭിമാനം. എനിക്ക് ശരിയും തെറ്റും ആലോചിക്കാനുള്ളൊരു സമയമല്ല ഇത്. ശ്യാമേ, നീ എന്നെ തടയരുത്. ഞാൻ തടയും. സാർ ഇയാളുടെ കാല് പിടിച്ചാ ഞാൻ ചിലപ്പോ ഹൃദയം പൊട്ടി മരിച്ചു പോയിന്ന് വരും. പെണ്ണെ, അവൻ കാല് പിടിച്ചിട്ട് നിന്നെ രക്ഷിക്കട്ടെ. വർമ്മ സാറേ, മരുമോളെ ഒന്ന് ഉപദേശിക്കേ. എടോ ജഗന്നാഥ, എന്റെ മോന് അവന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിൽ ഞാൻ സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുക. അതുപോലെ ഭർത്താവിന്റെ അഭിമാനം അടിയേറെ വയ്ക്കാതെ നോക്കുന്ന എന്റെ മരുമകളെയും ഞാൻ അതേ സന്തോഷത്തോടെ കാണുന്നു. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവര് ചെയ്തോളും. അവർക്ക് എന്റെ ഉപദേശം വേണ്ട. സർ, അയാളുടെ കാല് പിടിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്ക. ഇന്ന് തന്നെ ഞാൻ വീട്ടിൽ മടങ്ങിയെത്തും. ഇപ്പൊ എന്ത് തീരുമാനിച്ചു?
നിന്റെ കാല് ഞാൻ പിടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്റെ ഭാര്യ പറഞ്ഞത് 100% ഉറപ്പോടെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവൾ ഇന്ന് തന്നെ എന്റെ വീട്ടിൽ തിരിച്ചു വരും. എന്റെ പേടിയും സംശയവും ഒക്കെ മാറി. പിടിച്ച് ലോക്കപ്പിലിട്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കണം. ഇപ്പൊ കോടതി കഴിഞ്ഞു കാണും. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കാം. അവിടെ നിന്ന് ജയിലിലേക്ക് പോകും. ജയിലിലെ 2 ദിവസം. തിങ്കളാഴ്ച അപേക്ഷ കൊടുത്ത് കസ്റ്റഡിയിൽ വന്നു. പിന്നെയാണ് ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നത്. കൊണ്ടുപോ. നടക്ക്. മോളെ ശ്യാമേ, ഇരുമ്പഴിക്ക് അപ്പുറവും ഇപ്പുറവും നിന്ന് അവർ സംസാരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലേ? പിന്നെ ഇതൊക്കെ കാണാൻ ഭാഗ്യം ചെയ്യണം. ഞങ്ങളും കൂടെ ഉണ്ടാവും. ടാടാ, മാറി നിക്കടാ. ഇതെന്തോന്ന് മണി അറിയോ? ഒരുമാതിരി പ്രേമസല്ലാപം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഒരു വലിയ ശ്രീകൃഷ്ണ ഭക്തയാ. ഞാൻ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ചാർജ് എടുത്തപ്പോ എന്റേതായ ഒരു തീരുമാനം ഞാൻ നടപ്പിലാക്കി. ഒരു കൃഷ്ണമുദ്ര ചേർക്കുക. പക്ഷേ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാത്ത ഭാഗത്തായിട്ടാ ഞാൻ ചേർത്തത്. ഞങ്ങളുടെ കറി പൗഡർ പാക്കറ്റുകൾ വ്യാജമായിട്ട് അച്ചടിച്ചവർ അറിഞ്ഞില്ല അതിൽ ദൈവം ഉണ്ടെന്ന്. യുവർ ഓണർ, ഇത് കോടതിയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഇവരുടെ അടവാണ്. പുറത്തിറങ്ങി ശ്രീകൃഷ്ണ മുദ്രയുള്ള കവർ ഇവർ പ്രിന്റ് ചെയ്യും. അങ്ങനെ രക്ഷപ്പെടാനായിരിക്കും സാർ ഇവരുടെ ചിന്ത. ഒരിക്കലുമല്ല സർ. ഞാൻ പറയുന്നത് അവിവേകമാണെങ്കിൽ സാർ ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട കോടതിയുടെ വീട്ടിലും ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. തെളിവ് അങ്ങയുടെ വീട്ടിൽ തന്നെ ഉള്ളപ്പോ അത് പരിശോധിച്ചാൽ അങ്ങേക്ക് ബോധ്യപ്പെടുമല്ലോ. കോടതിയുള്ള വീട്ടിൽ തന്നെ തെളിവെടുക്കാന്ന് പറയുമ്പോ നിയമവ്യവസ്ഥയെ കളിയാക്കാണ് ഇവർ ചെയ്യുന്നത്. കോടതിയെ പക്ഷം ചേർക്കാൻ ശ്രമിക്കുകയാണ് ഇവര്. അത്ര വലിയ പക്ഷം ചേർക്കലൊന്നുമല്ല. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും ഞാൻ റിപ്പോർട്ടിൽ എഴുതിക്കോളാം. പ്രമോദേ, സാർ. ശരി സാർ. സാർ, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. അതാ പറഞ്ഞത് സാർ. പെട്ടെന്ന് ആർക്കും കാണാൻ പറ്റാത്തൊരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ മുദ്ര അടിച്ചു വെച്ചിരിക്കുന്നത്. സാർ, ഞാനൊന്ന് ദാ സർ. സർ, ഇനി കൊണ്ടുവന്ന ആ കവറുകളൊന്ന് പരിശോധിക്കണം. തെളിവെടുക്ക. സാർ.
കുഴപ്പമൊന്നുമില്ലല്ലോ. പോലീസേ, താനും നോക്കിയേ. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് കോടതിക്ക് തോന്നുകയാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? അതെ. ഇതാരാ ഓർഡർ ചെയ്തത്? ഇവിടുത്തെ സാറ് മോൾക്ക് നല്ല ഒറിജിനൽ പൂ വേണമെന്ന് പറഞ്ഞപ്പോ തോവാളയെന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാ. ഇപ്പൊ മുട്ട രാവിലെ വിരിയുള്ളൂ. ഓ, വർമ്മ സാർ ഓർഡർ തന്നതാണല്ലേ? എന്നാ പിന്നെ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് പോകാം. രാധമോളെ. എന്തോ? അപ്പോ ഞാൻ കരുതിയതും വിശ്വസിച്ചതൊക്കെ സത്യമാണ്. താൻ അഞ്ജലിയല്ല, തൃപ്പങ്ങോട് സുഭദ്രയുടെ അനിയത്തി രാധയാണ്. തൃപ്പങ്ങോട്ട് വാസുദേവന്റെ രണ്ടാമത്തെ മകൾ. ആരാ നിങ്ങള്? എന്തൊക്കെ ഈ പറയുന്നേ? നിങ്ങളോ? ഒരിടത്തും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഓരോരോ പ്രാന്തം പറഞ്ഞ് വേഷം മാറി പിന്നാലെ വന്നോളൂ. സോറി. ഇങ്ങനെ പാത്രം കഴുകിയും പലഹാരം ഉണ്ടാക്കിയും ജീവിക്കാതെ തൃപ്പങ്ങോട്ട് സ്വത്തും സൗഭാഗ്യങ്ങളും തിരികെ നേടി എന്റെ സുഭദ്രാമ്മയുടെ അനിയത്തിമാര് രാജകുമാരിമാരെ പോലെ ജീവിക്കുന്നത് കാണാനാ ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നത്. ഇതിനെ രാധ ഭ്രാന്തെന്ന് വിളിക്കരുത്. നിങ്ങളോട് പലതവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാ. എങ്കിലും വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ രാധയുമല്ല രുക്മിണിയുമല്ല. ഈ തൃപ്പങ്ങോട്ട് സുഭദ്രയെ എനിക്ക് അറിയില്ല, അറിയില്ല, അറിയില്ല. അപ്പൊ പിന്നെ ഞാൻ രാധയെന്ന് വിളിച്ചപ്പോ വിളികേട്ട് തിരിഞ്ഞു നോക്കിയ എന്തിനാ? അത് ഇവിടുത്തെ രാധാവർമ്മയ്ക്കുള്ള പൂവാണെന്നല്ലേ നിങ്ങൾ ഫോണിൽ പറഞ്ഞത്? അപ്പോ രാധേന്ന് അവരെ ഉദ്ദേശിച്ച് വിളിച്ചതാവൂന്ന് കരുതി, അതാ വിളി കേട്ടത്. കൊള്ളാം, ഒരുവിധം ഒപ്പിച്ചു. തൃപ്പങ്ങോട്ടെ പെൺബുദ്ധി പിൻബുദ്ധി അല്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ സുഭദ്രാമ്മയെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന്റെ നേർക്കെങ്കിലും അത് പിൻബുദ്ധിയായിപ്പോയി. അതെന്റെ ദുരന്തം അനുഭവിക്കുന്നത് അവര് മാത്രമല്ല, എന്റെ അച്ഛനും നിങ്ങൾ 3 പെൺകുട്ടികളും, ഒപ്പം ആ ഇളം കുഞ്ഞും. ചേച്ചി, കോട്ടയ്ക്കൽ മേഘനാഥനെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അതെന്താ ചോദിച്ചേ? വെറുതെ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ നമുക്ക്? നല്ല ചോദ്യം. മറ്റുള്ളവരുടെ കാര്യം പറയാൻ എനിക്കറിയില്ല. പക്ഷേ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ കല്യാണം കഴിക്കാൻ പറ്റുമെന്നാണ് എന്റെ ഉത്തരം. അതിനൊറ്റ കാരണമേ ഞാൻ പറയൂ. എനിക്ക് ഈ കല്യാണച്ചെക്കനെ കണ്ടുപിടിച്ചതും അത് നടത്തി തരുന്നതും എന്റെ അച്ഛനാ, തൃപ്പങ്ങോട്ട് വാസുദേവൻ. അപ്പൊ അച്ഛൻ പറയുന്നത് എന്തും കണ്ണടച്ചനുസരിക്കണം എന്നാണോ ചേച്ചി പറയുന്നേ? അതെ. സുഭദ്രാമ്മയ്ക്ക് മരണം കൊണ്ടെങ്കിലും മോചനം ഉണ്ടായി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും അത് അനുഭവിച്ച് നരകിക്കുന്നു. ഈ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ പുറകെ നടക്കുന്നത്. ഈ ആത്മാർത്ഥതയെ ദയവ് ചെയ്ത് രാധ പുറംകാലോണ്ട് ചവിട്ടിക്കളയരുത്. എന്റെ പൊന്നു ചേട്ടാ, വീണ്ടും വീണ്ടും ഞാൻ പറയാ, ഞാൻ അഞ്ജലിയാണ്, രാധയല്ല, രാധയല്ല, രാധയല്ല. ശരിയാണ്, താനിപ്പോ അഞ്ജലിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പണ്ട് താൻ രാധയായിരുന്നു, തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മകൾ രാധ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.